ഈ അഖിലനാരിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വോയിസ് യൂട്യൂബിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേഘയുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വോയിസാണ് ഈ യൂട്യൂബിലിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വോയിസിൽ പറയുന്നത് മേഘ ആളുടെ അച്ഛൻ്റെ വീട്ടിലാണിപ്പോൾ ഉള്ളത്. ഈ ഒളിച്ചോടിപ്പോയ ആളുടെ കൂടെ 4 ദിവസമാണ് ആൾ താമസിച്ചത്. അപ്പോൾ അതിനുശേഷം അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും അച്ഛനോട് അതൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയും ചെയ്തു. ഇപ്പം ഈ ഒളിച്ചോടിപ്പോയ ആളുമായിട്ട് കല്യാണം നടത്താനുള്ള തീരുമാനങ്ങളൊക്കെ ആവുന്നുണ്ട് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വോയിസ് കേൾക്കാം. ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. ഓ ശരി. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവര് ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാ വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ല പോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരിച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാർ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലവാകുമ്പം തട്ടിമുട്ടിയെന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങി പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നോ? അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവിടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പായി പോയി. അങ്ങനെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനൂപിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനൂപിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല, 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. ജോലി കിട്ടിയെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന അന്നു കാശ് കിട്ടും. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയോട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4ാമത്തെ 5ാമത്തെ ദിവസം കുട്ടി വിളിച്ച് പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല.
ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീൽ വരും. വക്കീൽ വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓ ശരി. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ. ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ അത്ര ഫാമിലി ഫ്രണ്ടാന്നേ. ഈ പുള്ളി ഞാനും രണ്ട് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും പുറത്ത് പറയും. തെരുവ് സൈലം പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. ഓ അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. मुझे लगा ये फेक होगा, फिर मैंने खुद ट्राई किया बिकॉज अपेरेंटली आप 99 में फूड मंगा सकते हो. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ വരികയായിരുന്നു. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയല്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖിലും നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് ഇവിടെ ഉള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസിൽ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം. ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, 2 ഒരു ബന്ധുവുണ്ട്, പിന്നെ 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ. ഇല്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു 4 കെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. അപ്പോൾ ഒരു ചാട്ടത്തിന് എടുത്തു ചാടി ഒളിച്ചോടി പോയി അപ്പോൾ അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ എന്താ പറയുക, ഈ ഒളിച്ചോടി പോയ ആളുടെ ഫാമിലിയെ പറ്റിയിട്ടാണെങ്കിലും ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഫാമിലിയാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ അമ്മയ്ക്ക് എന്തൊക്കെയോ മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല വോയിസുകൾ പല ആൾക്കാർ പറയുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നേരെ മറിച്ച് അഖിലിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ അഖിൽ അത്യാവശ്യം ഫിനാൻഷ്യലി തന്നെ അത്യാവശ്യം ഹൈപ്പുള്ള ആളാണ്. അതേപോലെ തന്നെ ചാനലിൽ നിന്നാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ നിന്നാണെങ്കിൽ അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തന്നെ ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെയും മാനസികമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ അവിടെ എന്താണ് മേഘയ്ക്ക് അറിയാൻ പറ്റുള്ളൂ അഖിലിൻ്റെ ഫാമിലിയിൽ എന്താണ് നടന്നതെന്നും അതേപോലെ തന്നെ ഇപ്പോൾ ഒളിച്ചോടി പോയ ആളുടെ ഫാമിലിയിൽ എന്താ നടന്നതെന്നൊക്കെ മേഘയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. പുറത്തുനിന്ന് കാണുന്ന നമ്മൾ ഈ റീലിലൂടെയും അതേപോലെ തന്നെ വീഡിയോസിലൂടെയും നിങ്ങളെ കാണുന്ന പരിചയം മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ അഖിലിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിലും അഖിൽ ഒരിക്കലും മേഘേനെ തള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയപ്പോഴാണെങ്കിലും മേഘ പറഞ്ഞിരുന്നത് എനിക്ക് ഒളിച്ചോടി പോയ ആളോടെ തന്നെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ ആളുടെ കൂടെ തന്നെ പോയാൽ മതി എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമല്ല കല്യാണശേഷം പഠിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ അഖിൽ ഇവിടെ പഠിപ്പിക്കാൻ വരെ മേഘനെ വിട്ടിട്ടുണ്ടായിരുന്നു. പഠിക്കാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അഖിലിൻ്റെ വലിയൊരു മനസ്സ് തന്നെ ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ മേഘയ്ക്ക് ഇപ്പോൾ ഇങ്ങനൊരു റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ അഖിലിനോട് തുറന്ന് പറഞ്ഞ് ഡൈവേഴ്സ് ചെയ്തിട്ട് പോകുമായിരുന്നു. ഇതിപ്പോൾ വെറുതെ ആൾക്കും ആളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഒരുപോലെ നാണക്കേടുണ്ടാക്കി ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല.
ഈ കാര്യത്തിൽ ഒരു പക്ഷേ മേഘ ഡൈവോഴ്സ് ചെയ്തിട്ട് ഒരു വോയിസോ വീഡിയോ ആയിട്ട് യഥാർത്ഥ കാരണം പറഞ്ഞു വന്നിരുന്നെങ്കിൽ ഈ നെഗറ്റീവ് അടിച്ച അല്ലെങ്കിൽ മേഘനെ എതിർത്ത് സംസാരിച്ച കുറേ ആൾക്കാരിലൊരു 50% ആൾക്കാരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നേനെ. കാരണം എന്താണ്, കാര്യം എന്താണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. എല്ലാവർക്കും നാണക്കേടുണ്ടാക്കി, അവരുടെ ഫാമിലിക്കും നാണക്കേടുണ്ടാക്കി ഇറങ്ങിപ്പോയ ഒരാളെ പറ്റി നമ്മൾ കൂടുതൽ ന്യായീകരിച്ചിട്ടോ കാര്യങ്ങൾ എത്രയൊക്കെ ന്യായം ഉണ്ട് ആളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ന്യായം അർഹിക്കാത്തൊരു കാര്യം തന്നെയാണ്. ശരിക്കും മേഘ ഇപ്പോൾ എന്തിനാണ് അച്ഛൻ്റെ കൂടെ വന്നതെന്ന് കാര്യങ്ങൾ പറയാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇപ്പം അൺഹാപ്പിയാണ് ലൈഫിൽ, മാരേജ് കഴിഞ്ഞിട്ട് അൺഹാപ്പി ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ അത് അവരോട് തുറന്ന് പറയായിരുന്നു, സ്വന്തം മാതാപിതാക്കളോട് തുറന്ന് പറയായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്തില്ലല്ലോ. ഇപ്പോൾ ഒളിച്ചോടിപ്പോയ ശേഷം വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്ന് കാര്യങ്ങൾ പറയുന്നതിനോട് എന്താണ്, അതിൽ എന്ത് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണുള്ളത്? പിന്നെ അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ വേഗം ഇതിൽ നിന്ന് റിക്കവറായി. കാരണം അഖിൽ നോർമൽ ലൈഫായിട്ട് തന്നെ, ഇപ്പോൾ മേഘ പോയ ശേഷമാണെങ്കിലും നോർമൽ ലൈഫായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ഈ വീഡിയോസായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും വന്നതിനുള്ള എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൾ നോർമലി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ വീഡിയോയും റീലും പോസ്റ്റും അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് ആൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നും അഖിൽ വേഗത്തിൽ റിക്കവറായി. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ വോയിസിൽ പറഞ്ഞ പോലെ അഖിലിനും മേഘയ്ക്കും ഒരുമിച്ച് ഈ അഖിലിൻ്റെ ഫാമിലിയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. അഖിലിൻ്റെ ഫാമിലിയിൽ നിന്നാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് വേറെ വീട് എടുത്ത് താമസിക്കാമായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക, നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയായിപ്പോയി. അതുകൊണ്ടിട്ടാണ് ഇത്രയധികം വിമർശനങ്ങൾ നിങ്ങൾക്ക് ഉയർന്നു വന്നത്. ഞാനിവിടെ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.